നമസ്കാരം. ഒരു വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ടാകാം. അത് പലർക്കും അജ്ഞാതമായ കാര്യമാണ്. അതേപോലെ അടുത്ത നിമിഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അതും അജ്ഞാതമായ കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തൊടുകുറിയിലൂടെയും ചക്രങ്ങളിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു ദേവീ ചക്രമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടതകളും നീക്കി ഐശ്വര്യം ചൊരിയുന്ന ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഒരു നിമിഷം ദേവിയെ പ്രാർത്ഥിക്കുക. ഏവരും ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിലും ദേവീ പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ വിശേഷപ്പെട്ട നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 0 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹങ്ങൾ ഉടനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അല്പം തിടുക്കം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലുണ്ട്. അത് ആഗ്രഹങ്ങളിലാണ് എങ്കിലും അപ്രകാരം തന്നെ പറയാം. എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചിന്താഗതികളാണ് നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പറയാം. എത്ര കഠിനമായ പ്രയത്നവും നിങ്ങൾക്ക് അതിനുവേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നവരാണ്. അത് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. ന്യായമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിർഭയം നിങ്ങൾ മുന്നോട്ട് പോവുക. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. എന്നാൽ ശ്രമങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ശ്രമിച്ച് നടന്നില്ല എങ്കിൽ പിന്നീട് കാലതാമസം നേരിടും എന്ന കാര്യം നിസ്സംശയം പറയാം. തുറന്ന മനസ്സോടെ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല യാത്രകളും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ യാത്രകൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹങ്ങൾ നിങ്ങൾ നേടും എന്ന് തന്നെയാണ് ഫലം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഗുണകരമായി മാറുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗുണകരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഗുണകരമായി മാറും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. എന്നാൽ വല്ലാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്ക് നിങ്ങൾ കൂട്ടരുത്. അത് നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. സ്വതന്ത്ര മനസ്സോടെ തന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സമീപിക്കേണ്ടതാകുന്നു. പ്രതിസന്ധികൾ മാറും, തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന ആത്മവിശ്വാസം, പോസിറ്റീവായ ചിന്താഗതി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം എന്ന കാര്യവും ഓർക്കുക. ആഴത്തിലുള്ള ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതായ ബന്ധങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അത് നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ബിസിനസ് പരമായ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വെല്ലുവിളികൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കുക. അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ വെല്ലുവിളികൾ മാറും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. കൂടാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആരോഗ്യകരമായ നേട്ടങ്ങളും ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. അമിതമായ ആത്മവിശ്വാസം നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. ആത്മവിശ്വാസമാണ് വേണ്ടത്. അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദേവി ഒഴിപ്പിച്ച് കളയും.
ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദേവിയുടെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകും. അസൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള അസൂയ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടുവാൻ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ദേവി കടാക്ഷം നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഭാരം, അമിതമായ ഭാരം നിങ്ങളിലുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കഠിനാധ്വാനത്തിനനുസരിച്ച് നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല. കഷ്ടതകളുണ്ട്. ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയാതെ മുന്നോട്ട് പോകുന്നു. സമ്മർദ്ദങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. ഏറ്റെടുക്കൽ ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ അവസരം. അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു. വെല്ലുവിളികൾ വളരെയധികം വന്ന് ചേർന്നിരിക്കുന്നതായ സമയം. ഇത്തരം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, എത്ര കഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ചതായ ഫലങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ. എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ വിചാരിക്കുന്ന വിജയം നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. പൊറുതിമുട്ടിയ അവസ്ഥ എന്ന് തന്നെ പറയാം. ധനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികമുണ്ട്. എത്ര ലഭിച്ചാലും ഇരട്ടിയായി തന്നെ ചിലവാകുന്ന അവസ്ഥ. കൂടാതെ സ്നേഹം ലഭിക്കാത്ത അവസ്ഥ. അവഗണനകൾ പലരിൽ നിന്നും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വേദനകൾ ജീവിതത്തിൽ പലതുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്ന് തന്നെയാണ്. ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. പരീക്ഷണത്തിന്റെ അവസാന ഘട്ടമാണ് ഇത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. ആരുമില്ലാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴി മാറുക തന്നെ ചെയ്യും. ദുരിതങ്ങൾ, തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും അകലുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇനി എല്ലാം മാറുന്നതായ സമയം തന്നെയാകുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ മാറും എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായി ഇത്തരം കാര്യങ്ങൾ വന്നു ചേരും. സന്തോഷം, സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സമാധാനം വന്നു ചേരുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കഷ്ടപ്പെടുന്നതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. പക്വമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കുക. ഇനി എന്തു വന്നാലും വിജയം മാത്രം എന്ന ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ആ ചിന്ത നിങ്ങൾ അതേപോലെ നിലനിർത്തി മുന്നോട്ട് പോവുക. ദൃഢമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ തന്നെ തിരിച്ചടികൾ നൽകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടതായ അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇഷ്ടദേവതയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ദേവി കടാക്ഷവും നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ ഈ നിമിഷം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്ന അവസരങ്ങൾ കടന്നു വരും. പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഉയർച്ച ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം തലയിടാത്തവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പല ശത്രുക്കളും നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം. കൂടുതൽ ശ്രദ്ധ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാകുന്നു. സമൂഹത്തിൽ ഉന്നത പദവിയിൽ എത്തുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. അതിന് സാധ്യതയുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾ യഥാവിധി കണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അഥവാ നിങ്ങൾ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആവശ്യമായ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതായ ബന്ധങ്ങളും കടന്നു വരും എന്ന് തന്നെ പറയാം.
കൂടാതെ പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം മുന്നേറ്റം എളുപ്പമാക്കുവാൻ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ദയ, കാരുണ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഈശ്വര ചൈതന്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും ഇത് കാരണമായി തീരും. കൂടെയുള്ളവരെ ഒപ്പം നിർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അവർ മൂലം നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നന്മ നിങ്ങളിലുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് വാസ്തവം. മറ്റുള്ളവരും ആ കഴിവ്, നിങ്ങളുടെ നന്മ തിരിച്ചറിയുന്നതാണ്. ആരെയും സഹായിക്കുവാൻ, ആരെയും അകമഴിഞ്ഞ് സഹായിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അധികം പരാജയപ്പെടുവാൻ സാധ്യത കുറവുള്ള വ്യക്തികളുമാകുന്നു. അതിനാൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടതാകുന്നു, അഥവാ കടന്നു വരേണ്ടതാകുന്നു. ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഏവരും ഓർക്കുക. ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതി നൽകുന്ന കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിൽ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിൽ, സ്വയം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുവാനോ ലഭിക്കുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇത്. ഈ സമയം അംഗീകാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സ്വന്തം കഴിവിനാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതായ അവസരങ്ങൾ കടന്നു വരും. കഠിനാധ്വാനം ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. അർപ്പണബോധം, ഏകാഗ്രത, ഇത് രണ്ടും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ വിജയത്തിൻ്റെ മുഖ്യ കാരണമാണ്. അതിനാൽ തന്നെ ആ കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉയർച്ച മാത്രമേ വന്നു ചേരൂ. സാമ്പത്തികപരമായ ഭദ്രത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിജയങ്ങൾ നേടുവാനും ലക്ഷ്യം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഫലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉത്തരവാദിത്വത്തോടെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ്. അതിനാൽ മികച്ച വിജയങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സ്നേഹം വർദ്ധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർമ്മരംഗത്ത് വളരെ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. സാമ്പത്തികപരമായി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ആസൂത്രണത്താൽ, കഠിനാധ്വാനത്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മനസ്സിൻ്റെ ആരോഗ്യം അല്പം അപകടത്തിലാണ് എന്ന് പറയാം. പലവിധ ചിന്തകളുണ്ട്. അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. മറക്കേണ്ടത് മറക്കുക തന്നെ വേണം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ്. ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മന്ത്രജപം മുടക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി തന്നെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വന്നു ചേരും. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇപ്പോൾ കാര്യങ്ങൾ നടക്കുവാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ ഇപ്പോൾ നടന്നില്ല എങ്കിൽ കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാകും എന്ന കാര്യവും ഓർക്കുക. ചുറ്റുമുള്ളവരെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. വിശ്വാസം കൈവിടാൻ പാടുള്ളതല്ല. നിങ്ങളിലുള്ള വിശ്വാസം മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് ഒരു കാര്യവുമായി മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. സ്വയം ബോധ്യപ്പെട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വലിയ വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും. അത്ഭുതകരമായ വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പക്ഷേ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. അന്വേഷണാത്മകമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും ശത്രുക്കളെ കൺമുൻപിൽ എത്തിക്കുവാനും സഹായകരമായി തീരും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ കൺമുൻപിൽ തെളിയും എന്ന കാര്യവും നിസ്സംശയം പറയാം. ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം.
മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടും എന്നതാണ് വാസ്തവം. ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങൾ മേഖല മാറുകയോ തൊഴിൽ മാറുകയോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിലേക്ക് കടക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. സ്നേഹിച്ചാൽ കണ്ണടച്ച് നിങ്ങൾ സ്നേഹിക്കും. അതാണ് നിങ്ങളുടെ പ്രത്യേകത. എന്നാൽ പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വേദനയായി ഉണ്ട്. വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങൾ. ആ കാര്യം നടത്തിയെടുക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കും. ഇവരുടെ വിശ്വാസം പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുന്നതല്ല. മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു കൂടിയാൽ ആ കാര്യം നിങ്ങൾ ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും മുന്നോട്ട് പോകുന്നവരാണ്. അത് നിങ്ങളെ പ്രശ്നങ്ങളെ ചാടിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങുകയാണ് എങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി തന്നെ മാറാം. ശക്തരാകുന്നവരാണ് നിങ്ങൾ. ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. അത് ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പമുള്ളവരെ സംരക്ഷിക്കുന്നു എന്നത് നിങ്ങളുടെ മേന്മയായി തന്നെ പറയാം. മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നവരും മാതാപിതാക്കൾക്ക് വേണ്ടി ഏത് കാര്യം ചെയ്യുന്നവരുമാണ് നിങ്ങൾ. അറിവ് നേടുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. അമ്മയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോവുക.